മമ്മൂക്കയുടെ ഇത്ര പ്രതീക്ഷിച്ചോ? നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. പിടിച്ചിരുന്ന കഥയായിരുന്നു. ഓക്കെ, മമ്മൂക്കയുടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ മാസ് പടം കുറെ നാളായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഒരു എന്ത് ഫീൽ ചെയ്തു? നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി ഇങ്ങനെ ആണ്, പക്ഷെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. പടം നല്ല പടമായിരുന്നു. നല്ല പടമാണ്. ഇടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇടിയാണ്. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ചത്. അടിപൊളി. ഈ പ്രായത്തില് കവിഞ്ഞ നന്നായിട്ട് ഞാൻ പറഞ്ഞു, ഇത്ര വയസ്സായിട്ട് ഇത്ര നന്നായിട്ട് അഭിനയിച്ചല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത ഹിറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. കലക്കി. ഓക്കെ, ഈ ഇത്ര ഇടി പ്രതീക്ഷിച്ചോ? ഇല്ലില്ല, പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇത്ര ഇടിയൊക്കെ പ്രതീക്ഷിച്ചോ? ഓക്കെ, സാധാരണ കാണുന്ന മാസ് പടങ്ങൾ പോലെ തന്നെയാണോ അതോ അടിപൊളിയായിരുന്നു. ഇടി ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാണോ വന്നേ? ആണ്. പ്രതീക്ഷിച്ച ഒരു ഫീലിംഗ് കിട്ടിയോ? കിട്ടി. എങ്ങനെ കഥ? ഇതിന്റെ കൂടെ ഒരു മാസ് പടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കഥ കുറവുള്ള പടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുപോലെയാണോ? കഥയുണ്ട്. അപ്പൊ എല്ലാവർക്കും അതെയോ? ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയാണോ ഒരു മൂവിയുടെ ഒരു ജോണർ പോകുന്നത്? ആണ്. ഓക്കെ, നിങ്ങൾ മമ്മൂക്ക ഫാനാണോ? ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സെക്കൻഡ് പാർട്ടി ചാൻസ് ഉണ്ടോ? നല്ലതായിരുന്നു. ഫൈറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോണറാണ്. കുഴപ്പമില്ല. ഫൈറ്റ് സീനൊക്കെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഓക്കെ, വൈശാഖിന്റെ ഒരു ക്രിയേറ്റിവിറ്റി മാക്സിമം. നല്ലൊരു ഫൈറ്റിംഗ് മൂവി. ആ ഒരു ഇതാണ്. സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. കുറച്ച് വലിച്ചു നീട്ടിയ പോലെ ഇടയ്ക്ക് ഫീൽ ചെയ്തു. എന്ന രീതിയിൽ സിനിമ കുറച്ച് വീക്കാണ്. പക്ഷേ ആക്ഷൻ രംഗങ്ങൾ ഓരോ ആക്ഷനുകൾ ഓരോ രീതിയിലാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പെരുന്നാളിൽ ഫൈറ്റ്, ബസ്സിൽ ഫൈറ്റ്, ഫാക്ടറിയിൽ ഫൈറ്റ്, അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിലുള്ള ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള ആക്ഷനാണ്. ആ രംഗങ്ങളിൽ മമ്മൂട്ടി വളരെ മികച്ചു നിന്നു. കാരണം ഒന്നോ രണ്ടോ ഫൈറ്റുകൾ റിപ്പീറ്റേഷൻ തോന്നിയെങ്കിലും ബാക്കി ഒരു ഫൈറ്റിനും ബാക്കിയുള്ള ഫൈറ്റുകളായിട്ട് കണക്ട് അല്ലാത്ത രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ഈ സിനിമയുടെ എടുത്തു പറയേണ്ട ഘടകം. പിന്നെ വില്ലനായിട്ട് വന്ന രാജ്ബി ഷെട്ടി, അദ്ദേഹത്തിന് മലയാളത്തിലേക്കുള്ള വില്ലനായിട്ടുള്ള ഒരു വരവ് ഗംഭീരമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ബിന്ദു പണിക്കർ റോഷാക്കിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഒരു മൂവിയിൽ വന്നിട്ട് ഒരു അതിഗംഭീര അമ്മ മകൻ ഇമോഷനൊക്കെ കൺവേ ചെയ്യുന്നതിൽ ബിന്ദു പണിക്കർ വിജയിച്ചിട്ടുണ്ട്. അതിശയിച്ച് നിന്നാണ്. അതേപോലെ ബ്രഹ്മയുഗം അതേപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പെർഫോമൻസ് ലെവലിൽ ഞാൻ കണ്ടൊരു സിനിമയാണ്. അതും അടുത്തറിയാൻ പറ്റി. അതിനകത്ത് നൻപകലിൽ മമ്മൂട്ടിക്ക് ഒരു ഔട്ട്ഫിറ്റ്, സുന്ദരത്തിൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ടർബോയിലേക്ക് എന്നെ ക്ഷണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈവൻ മമ്മൂക്കയുടെ നെക്സ്റ്റ് സിനിമയുടെ അടുത്ത അപ്രോച്ച്, ഈ പറയുന്ന ആക്ഷൻ എൻ്റർടൈനർ എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ആ പടം വർക്ക് ചെയ്യാൻ പറ്റിയാലും വിഭാസ പടം കണ്ടിറങ്ങുന്ന സമയത്ത് ആസ് ഒരു ഫാൻ ബോയ്, അട്ട മമ്മൂട്ടി ആരാധന എന്നുള്ള രീതിയിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ഫാൻസും ഹാപ്പിയാണെന്ന് തോന്നുന്നു. നമുക്ക് അതേപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ പടത്തിൽ. അതേപോലെ രസകരമായിട്ട് ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫിനിക്സ് സാറ് ഷൂട്ട് തുടങ്ങണം തൊട്ട് ഷൂട്ട് തീരുന്നവരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആക്ഷൻ സീക്വൻസ്. അതേപോലെ ശർമ്മയുടെ ക്യാമറ വർക്കുകൾ, ഷാജിയുടെ ആർട്ട്, പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, വൈശാഖേട്ടൻ, പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ഈവൻ ഞാൻ ഓരോരുത്തർ എല്ലാവരും കട്ടയ്ക്ക് പണിയെടുത്തിട്ടാണ് ഇത് നിന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ 24 hours ആയിട്ട് ഷൂട്ട്. അതായത് ടർബോ സ്പീഡ്. ഈ പടത്തിൻ്റെ നമ്മൾ ഏത് പടത്തിലേക്ക് കയറിയാലും 5 ദിവസമാണ് പടത്തിൻ്റെ മീറ്റർ അറിയാൻ പറ്റും. അത് നമ്മൾ ഫസ്റ്റ് ഡേ കോയമ്പത്തൂർ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ 24 hours ഷൂട്ട് ചെയ്തു. അന്ന് മനസ്സിലായി ടർബോൻ്റെ സ്പീഡും പവർ എന്താണ്. അത് പടത്തിൽ കാണാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈവൻ ആക്ച്വലി മറ്റേ ചേസ് സീക്വൻസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും റിവ്യൂവിൽ കണ്ടു. ഞാനും ഭയങ്കര ഗൂസ്ബംസിൽ നിന്ന സീക്വൻസ്. ഓക്കെ, മമ്മൂക്കയുടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളിലൊന്നും ഒരു ഫുൾ എൻഗേജിങ് ആയിരുന്നു.